പാരഗൺ സ്റ്റൈലിലുള്ള ഫിഷ് മാംഗോ കറീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന മീൻ കറി നമുക്കും വീട്ടിൽ തയ്യാറാക്കാം. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തി, പുട്ട്, അപ്പം എന്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്തിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഒരു 5-6 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും, ഒരു കഷ്ണം സവാള നീളത്തിൽ അരിഞ്ഞതും, അതുപോലെ ഒരു 3-4 പച്ചമുളകും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പും കൂടിയും ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ സവാളയൊക്കെ നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടും. അതും കൂടിയും ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. സവാള ഒരുപാട് വാടി അങ്ങ് കുഴഞ്ഞ് പോകണ്ട കേട്ടോ. ഈ ഒരു പരിവാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒന്ന് ഞെരടിയിട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ഇതിലേക്ക് അങ്ങ് ഇറങ്ങിക്കിട്ടും. പിന്നെ ഒരു തക്കാളീൻ്റെ പകുതിയും കൂടിയും ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതായാലും മതി. അതും കൂടി ചേർത്തിട്ട് ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ എരിവിനനുസരിച്ച് ചേർക്കാം. അതുപോലെ മല്ലിപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ചേർത്താൽ മതി. ഇനി ഇതൊക്കെ നല്ലപോലെ ഒന്ന് പച്ചമണം മാറി വന്നാൽ ചൂടുവെള്ളം കൂടിയും ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിള വന്നു കഴിഞ്ഞാൽ തേങ്ങേൻ്റെ 2ാം പാലും കൂടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ 2ാം പാലും കൂടിയും ചേർത്ത് ഒന്ന് തിളച്ച് വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർക്കുന്നത്. മീൻ കഷ്ണങ്ങൾ ആദ്യം നമ്മൾ ചേർക്കുന്നില്ല, കാരണം അയില വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ഏത് മീൻ വെച്ചിട്ടും തയ്യാറാക്കാം. അപ്പോൾ അയിലയൊക്കെ ആദ്യം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് പോകും. അതുകൊണ്ട് ഒന്ന് തിള വരുന്ന സമയത്താണ് കേട്ടോ നമ്മളിത് ചേർക്കുന്നത്. മീൻ കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് മൂടി വെച്ചിട്ട് മീൻ കഷ്ണങ്ങളൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കണേ, അത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ കയ്യിലിട്ടിട്ട് ഇളക്കി കഴിഞ്ഞാലും പെട്ടെന്ന് ഇത് പൊടിഞ്ഞു പോകും മീൻ കഷ്ണങ്ങൾ. ഈ ഒരു സമയം നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിയൊക്കെ ഒന്ന് തിളച്ച് മീൻ കഷ്ണങ്ങൾ വെന്ത് വന്നാലാണ് നമ്മളിതിലേക്ക് മാങ്ങേൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. മാങ്ങ പെട്ടെന്ന് വെന്ത് അടിഞ്ഞു പോകും. അതുകൊണ്ട് ലാസ്റ്റോട്ടാട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കരുത്. മാങ്ങയും ചേർത്തിട്ട് ഒന്ന് നിരത്തി വെച്ചിട്ട് നമുക്ക് ആ മാങ്ങ കഷ്ണങ്ങളും കൂടി മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം പുളിയുള്ള ഒരു മാങ്ങേൻ്റെ പകുതിയാണ് ഞാൻ ചേർത്തത്. മീൻ കറിക്ക് കുറച്ച് പുളി വേണം കേട്ടോ, എന്നാലും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ മാങ്ങേൻ്റെ കഷ്ണങ്ങൾ വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിട്ട് നമുക്ക് തേങ്ങേൻ്റെ 1ാം പാലും ചേർത്തിട്ട്, പിന്നെ നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ തക്കാളിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് കേട്ടോ, അതുകൊണ്ട് നമ്മൾ അതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ബാക്കി വെച്ച തക്കാളി ഉണ്ടല്ലോ, അത് ഇതുപോലെ വട്ടത്തിലൊന്ന് അരിഞ്ഞിട്ട് ഇതിന് മേലെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളകും പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ചേർത്തിട്ട് നമുക്ക് മൂടി വെക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ ഇത് സെർവ് ചെയ്യാം കേട്ടോ. എന്നാൽ മാത്രമേ ഇതിൽ ആ ഒരു നമ്മൾ മേലെ ഇട്ട ഇതൊക്കെ അതിൽ നല്ലോണം ഒന്ന് ഇറങ്ങി കിട്ടുള്ളൂ. അതിൻ്റെ ആ ഒരു ടേസ്റ്റും എരിവും പുളിയൊക്കെ കിട്ടണമെങ്കിൽ ഇതുപോലെ ചെയ്യണം. അതുപോലെ തന്നെ ഒന്ന് മീൻ കറി ഒന്ന് കുറുകി കിട്ടുകയും ചെയ്യും. എല്ലാം അതിൽ കഷ്ണങ്ങളിൽ പിടിച്ചിട്ട് നല്ലൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹോട്ടൽ രുചിയിലുള്ള മീൻ കറി ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ.